ജയചന്ദ്രൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പടം വന്നിട്ടുണ്ട് നായകനായിട്ട് ചിരി കൊടുക്കുക. പടം വിജയിച്ചില്ലെങ്കിലും അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം അതിൽ നല്ല രീതിയിൽ അഭിനയിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. നല്ല കോമഡിയാണ്. അദ്ദേഹത്തിൻ്റെ മിമിക്രിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ സൂര്യ ടി വിയിലെ സ്ഥിരം ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ഇപ്പോൾ ഒരു ഊരാക്കുടുക്കിൽ ചെന്ന് പെട്ടു. ഒരു പോസ്കോ കേസിൽ പെട്ടു. ഒരു 4 വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഇരുന്നിട്ട് ആണയിട്ട് പറയുന്നു, എൻ്റെ ചേട്ടൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് ഭാര്യ പറയുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിന് അത്രയും വിശ്വാസമാണ്. അതവരുടെ ഒരു വൈബാണ്, ഒരു വിശ്വാസം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് കാരണം കേസ് നടക്കണ കാരണം അവർക്ക് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ അവിടെ ഇവിടെയൊക്കെ വെച്ച് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ് അവരെ വഞ്ചിച്ചത്, ചതിച്ചത്, ഇതിൽ കുടുക്കിയത് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം ആ നാട്ടിലൊരു അറിയപ്പെടുന്ന അത്യാവശ്യം പൈസയുള്ള ഒരു വീട്ടിലെ ഒരു പയ്യനാണ് ഇദ്ദേഹം. എനിക്ക് അത് മൂപ്പരെ കണ്ടാലേ തന്നെ ഒരുപാട് സ്വത്തൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവും ഭയങ്കര സ്നേഹമാണ്. ഭാര്യ അതിസുന്ദരിയാണ്. എന്നിട്ടാണ് പിന്നെ മൂപ്പരിത് പോയി ചെയ്തു എന്ന് പറയണത്. അതെന്തായാലും കോടതി തീരുമാനിക്കട്ടെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹം അനുഭവിച്ച മാനസിക വ്യഥ, മാനസിക പീഡനം ഈ ഒരു കേസ് വന്നതോട് കൂടിയിട്ട്, അതും ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. പൊതുജനം എന്ത് വിചാരിക്കും എന്നുള്ള വിഷയം വേറെ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ അതൊക്കെ തെളിഞ്ഞു വരാൻ വെച്ചാൽ കാലം എത്ര പിടിക്കും. ഈ ഒരു കേസ് വന്നതോട് കൂടിയിട്ട് അദ്ദേഹം എന്താ വിചാരിച്ച, ഭാര്യ പറഞ്ഞു, ചേട്ടൻ ചെയ്യാത്തൊരു കേസാണ്. ചേട്ടൻ പിടി കൊടുത്താൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് ചേട്ടൻ ഒളിവിൽ പൊക്കോ. ഇത് ചെയ്യാത്ത കേസാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്ക് പാരലായിട്ട് ഇത് അന്വേഷിക്കാം, ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒളിവിൽ പോയി. ആ പാവം മനുഷ്യൻ ഒളിവിൽ പോയെന്ന് മാത്രമല്ല, ഇദ്ദേഹം സെലിബ്രിറ്റി ആയ കാരണം കേരളത്തിൽ എവിടെ ചെന്നാലും ഇദ്ദേഹത്തിന് അറിയും. അപ്പോൾ ഇയാൾ പോലീസിൽ പിടിയിലാവും. അപ്പോൾ ഇദ്ദേഹം എന്തുണ്ടാവണം, രാത്രി ഉറങ്ങണത് ആരും വരാത്ത ശവക്കോട്ടയിൽ, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ. അതുമല്ല, ഭക്ഷണം കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജീവിതം അദ്ദേഹത്തിൻ്റെ. പക്ഷെ അവിടെ നിന്നൊക്കെ അദ്ദേഹം കയറി വന്നു. ശരിക്കും ആത്മഹത്യ ചെയ്യേണ്ട ആൾ തന്നെയാണ്. പക്ഷെ ആത്മഹത്യ ചെയ്ത് എന്തുണ്ടാവും, ഇദ്ദേഹം അത് ചെയ്തതിൻ്റെ വിഷമം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയും. ഇദ്ദേഹം അത് ഇപ്പോഴും ഫൈറ്റ് ചെയ്യണം. ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യില്ല. ഭാര്യ അത്രയ്ക്കധികം വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ ഒരു കേസിൽ പെട്ട ആ മനുഷ്യൻ്റെ ജീവിതം അതോടുകൂടി പോയി. സമൂഹത്തിനുണ്ടാകുന്ന വില പോയി, എല്ലാം പോയി. ഇനി ഇത് ഇയാൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം അദ്ദേഹം അനുഭവിച്ച ആ മാനസിക പീഡനം ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റും? പാവം മനുഷ്യനാണ് അദ്ദേഹം. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ കോടതി തീരുമാനിക്കട്ടെ. നമുക്ക് അത്